വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന കോതമംഗലം മേതല മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് കോടതി ഉത്തരവിനെ തുടർന്ന് തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറി. മഹല്ല് നിവാസികളുടെ പ്രതിഷേധം മറികടന്നാണ് കോടതി വിധി നടപ്പിലാക്കിയത്. 200 വർഷത്തിലേറെ പഴക്കമുള്ള പള്ളി നിർമ്മിച്ച കുടുംബാംഗങ്ങളും മഹല്ല് കമ്മിറ്റിയും തമ്മിലായിരുന്നു തർക്കം നിലനിന്നിരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്ത് കോതമംഗലം താലൂക്കിൽ പണി കഴിപ്പിച്ച ആദ്യ മുസ്ലിം പള്ളിയായ മേതല മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ ഭരണ ചുമതല അവകാശത്തെ ചൊല്ലി നിലനിന്ന തർക്കമാണ് കോടതി കയറിയത്. രാജഭരണകാലത്ത് തോട്ടത്തിക്കുളം തറവാട്ടുകാരാണ് പള്ളി പണി കഴിപ്പിച്ചത്. എന്നാൽ 1985 മുതൽ പള്ളിക്ക് കീഴിലുള്ള അംഗങ്ങൾ യോഗം ചേർന്ന് ഭരണസമിതിയെ തെരഞ്ഞെടുക്കും. ഇവർക്കായിരുന്നു പള്ളിയുടെ പരിപാലനം. 1996 തോട്ടത്തിക്കുളം കുടുംബാംഗങ്ങൾ പള്ളിയുടെ മേൽ അവകാശവാദം ഉന്നയിച്ച് സമർപ്പിച്ച കേസിൽ അനുകൂല വിധി ലഭിച്ചു. നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പള്ളി ഏറ്റെടുത്ത് തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറാൻ പോലീസ് നിരവധി തവണ ശ്രമിച്ചുവെങ്കിലും മഹല്ല് നിവാസികളുടെ എതിർപ്പിനെ തുടർന്ന് വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എതിർത്തുനിന്ന മഹല്ലംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് നീക്കി പള്ളിയുടെ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ചകത്ത് കയറിയാണ് കോടതി വിധി നടപ്പാക്കിയത്. ഏതാണെങ്കിലും ഇവിടെ വന്ന് പള്ളിയുടെ പൊസിഷൻ നിലവിൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരുടെ കയ്യിൽ നിന്നായിരുന്നില്ല, അത് കമ്മിറ്റിക്കാരിൽ നിന്ന് വഖഫ് ബോർഡിന്റെ കയ്യിൽ വന്നിരുന്നു. വഖഫ് ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഈ പറയുന്ന തോട്ടത്തിക്കുളം കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. ഇനി പള്ളിയുടെ ഭരണം എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. ഇതിനകത്ത് ഇപ്പോൾ പള്ളി മാത്രമേ പോയിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ പള്ളി ഇവർ കേസ് കൊടുത്ത പള്ളി 2022 തന്നെ പൊളിച്ചു. ആ പൊളിച്ച പള്ളിയെ ശരിക്കും ഇപ്പോൾ അവർ കൈവശം എടുത്തിട്ടുള്ളൂ. പള്ളിയും ഖബർസ്ഥാനും അവർ കൈവശം എടുത്തു. പള്ളിയും ഖബർസ്ഥാനും പൊതുമുതല അത് ആരുടെ കൈവശം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കോമഡി. അത് പള്ളിയുടെ കൈവശം അങ്ങനെ എന്ത് പറഞ്ഞാലും പോവില്ല, അത് വഖഫാ. വിധി നടപ്പാക്കിയെങ്കിലും 1500ഓളം കുടുംബങ്ങൾ അംഗങ്ങളായ പള്ളിയുടെ ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാവിയിൽ എങ്ങനെ നടപ്പിലാക്കും എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ കീഴിലുള്ള മറ്റ് 12 പള്ളികൾക്ക് കോടതി വിധി ബാധകമല്ല. ന്യൂസ് മലയാളം, കൊച്ചി.